നമ്മുടെ മുടിയനെയും മുടിയന്റെ പെണ്ണിനെയും കല്യാണം കഴിഞ്ഞ് നേരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം ഇവളെ ഇതുപോലെ തന്നെ ഞാൻ പൊന്നു പോലെ നോക്കുന്നത്. എനിക്കതിന് കെട്ടണം എന്ന് ഒരു ആവശ്യമില്ല, അത് അവൾക്ക് അറിയാം. കല്യാണമൊക്കെ എന്തിനാണ് പിന്നെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ആകുന്നു ഭാവിയുള്ളത്, അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി. എന്റെ ഫേസോ എന്റെ മുടി കേട്ടോ അവൻ ആഗ്രഹം അങ്ങനെ. അതിനെ ഓഡിഷനിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഡീഷനിൽ കണ്ടതെങ്ങനെ? അത്രയും ഡീറ്റെയിൽ മതി, അത്രയും ഡീറ്റെയിൽ മതി. അയ്യോ, ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണം. ആക്ച്വലി മുഹൂർത്തത്തിന്റെ ലാസ്റ്റ് 5 മിനിറ്റ്സിൽ നമ്മൾ താലി കെട്ടിയത്. താലി കെട്ടി എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷീസ് എ വൈഫി മെറ്റീരിയൽ ഒബ്വിയസ്ലി. ഒരു മൂന്ന് കാരണം പറഞ്ഞേ, ഭയങ്കര കെയറിംഗ് ആണ്. എന്റെ തന്നെ വീട്ടിൽ നിന്ന് അമ്മയുടെ അനുവാദം വാങ്ങി വന്നിച്ച് പ്രപ്പോസ് ചെയ്ത ഒരേ ഒരാള് ഇരിക്കുന്ന ഋഷി എസ് കുമാറാണ് അല്ലേ? അതെ അതെ അതെ. ബൂബു ബൂബു വാവേ വാവേ ബൂബു വാവേ വിളിക്കണേ, വാവേന്ന് വിളിക്കും. നിങ്ങളുടെ അച്ഛൻ വലിയ സായിബാബ ഫാനാ ആണ്. മുടി ഭയങ്കര ഇഷ്ടമാണ്. പെർഫെക്റ്റ് ഫാമിലി ഫോർ മീ. അങ്ങനെ വീഴ്ത്തിയാളാ. അപ്പൊ ഇന്നല്ല എന്നാലും ഇവന് വന്നപ്പോഴേ ഒരു ശൃംഗാരം ഒത്തിരി കൂടുതലായിരുന്നു. അപ്പൊ ഓഡീഷന് കണ്ടപ്പോഴേ ഞാൻ ശരിയല്ലല്ലോ, ഒരു ഇത്തിരി ശൃംഗാരം ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെന്തോ വീണില്ലേ, പെട്ടില്ലേ? നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ചിലരൊക്കെ ഭയങ്കര അലറി സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ലേ, അല്ല ആ ഒരു ടൈപ്പ് ഒരാളല്ല ഞാൻ. ചില ഇൻസ്റ്റാഗ്രാം വീഡിയോയില് പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ലൈക്ക് വിജയൻ എന്റെ ഫേവറേറ്റ് ഹീറോ ആണ്. അവന് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അല്ല വിജയിനെ എനിക്ക് ഇഷ്ടമാണ്. വിജയനെ ഇഷ്ടപ്പെട്ട വിജയനെ മാത്രം ഇഷ്ടപ്പെടണം. ദാറ്റ് ഈസ് തളപതി ഫാൻ. അത് എന്റെ കല്യാണത്തിന് എന്തായിരുന്നു പോട്ട് വിജയണ്ണ. ഋഷിക്ക് മനുവിനെ മാതിരി ഒരു ഗേൾ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഐഷു പോസിറ്റീവ് ആവോ? ഞാൻ സമ്മതിക്കില്ലല്ലോ. ഓ അത് സമ്മതിക്കില്ല, ഉറപ്പായിരിക്കും, അത് പ്രശ്നമായിരിക്കും. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹലോ, സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആൻഡ് വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ മോളിവുഡ് മിക്സിൽ ഇന്ന് 2 ന്യൂലി മാരിഡ് കപ്പിളിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൺ ടു ദി ഷോ ലെറ്റ് മീ വെൽക്കം ഋഷി ആൻഡ് ഐശ്വര്യ. ഹലോ. അപ്പോൾ നമ്മുടെ മുടിയനെയും മുടിയന്റെ പെണ്ണിനെയും ഒരുമിച്ച് കണ്ട ഒരു സന്തോഷത്തിലിരിക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകർ. ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ അല്ലേ? കല്യാണം കഴിഞ്ഞ് നേരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നലെ ഈ സമയത്ത് റിസപ്ഷൻ ആഘോഷിക്കുകയാണ്. Now I call you husband and wife. എന്ത് തോന്നുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട്? I feel proud. അടിപൊളിയാണ് obviously. Yes. ഭർത്താവിന് ഒരു ആധികാരം. I feel very proud. ഐഷു പറ. എന്ത്? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒബ്വിയസ്ലി ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ 6 വർഷത്തെ റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ കെട്ട് എന്ന് പറയുമ്പോഴും അത് ഇപ്പൊ കെട്ടിന് മുന്നേ ആണെങ്കിൽ കെട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരേപോലെ തന്നെയാണ്, സെയിം ഫീലിംഗ് തന്നെയാണ്. ഞാൻ അതാണ് ചോദിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ചോദ്യം. കല്യാണം കഴിഞ്ഞിട്ട് did anything change between you both? Nothing. ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നില്ല. കാരണം നമ്മള് എപ്പോഴും ഇപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ലൈഫ് ലോങ്, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ടിങ് എപ്പോഴും ആ ഒരു രീതിയിൽ ഉണ്ടാവണം, അണ്ടർസ്റ്റാൻഡിങ്. അത് ഇപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സെയിം ഫോർ മീ. കെട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്നാലും ഋഷി ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഓ മൈ ഗോഡ്, അത് എന്താണ് ഇത്ര ചടപടാന്ന് പറഞ്ഞിട്ട് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞല്ലോ? വേറൊന്നല്ല, ഇപ്പൊ ഒരു ചെറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവളുടെ അച്ഛന് വയ്യ, ബെഡ് റിഡനാണ്. അപ്പൊ അത് കാരണം ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഇറങ്ങിയ ഉടനെ തന്നെ അപ്പൊ അതൊന്നും നോക്കിയില്ല, മൊത്തം സെറ്റ് ചെയ്ത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ചോദിച്ചാൽ മതി, അപ്പൊ ബിഗ് ബോസില് വീട്ടിൽ വെച്ചിട്ട് യാതൊരു ക്ലൂ ഇല്ല ഇറങ്ങിയ ഉടനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരും? അതെ, ഇല്ല, ഒരു ക്ലൂ കൊടുത്തില്ല. കല്യാണം പോയിട്ട് റിലേഷൻഷിപ്പിന്റെ ക്ലൂ കൊടുത്തില്ല, എല്ലാരും പുറത്തിറങ്ങിട്ട്. പക്ഷെ എന്നാലും ഒരു ഇൻസൈഡ് ഇൻഡസ്ട്രിയിൽ ഇപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അവർക്കറിയാം. നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, റീൽസും കണ്ടിട്ടുണ്ട്. അന്ന് കൂട്ടുകാർ ആരെങ്കിലും ചോദിച്ചാ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന് ഐശ്വര്യോട് ചോദിച്ചിട്ടുണ്ടാ? വളരെ ചുരുക്കം വരെ ചോദിച്ചിട്ടില്ല. എല്ലാരും വിചാരം ഫ്രണ്ട്സ് ആയിരുന്നതായിരുന്നു.
അല്ല എന്നാലും ഗസ് ചെയ്യുമ്പോ കാരണം ഇന്നത്തെ കാലത്ത് ചോദിക്കും അല്ല അങ്ങനെയല്ല ഒരു ആണും പെണ്ണും ഒന്നിച്ചുള്ള ഫോട്ടോ കണ്ട് ഫ്രണ്ട്ഷിപ്പ് ചോദിക്കും അതെ സ്വാഭാവികം മിക്സ്ഡ് ആയിട്ടുള്ള കമന്റ്സ് വരും ഫോട്ടോസ് ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ അതില്ല ഡാൻസും കാര്യങ്ങളും തന്നെ ഈ പ്രൊഫഷണൽ സ്റ്റെപ്സ് തന്നെ ഇടാറില്ല. അതെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അകലം വലിച്ച നിൽക്കുള്ളൂ ഗേൾഫ്രണ്ട് ആയാലും. ഓക്കെ, എങ്ങനെയാണ് ഈ ബൂബു എന്ന് പറയുന്ന പേര് വന്നത്? ഞാൻ അതിനകത്തൊരു ഫോട്ടോയില് കണ്ടിട്ടുണ്ട് ബൂബു പറഞ്ഞിട്ടുള്ള പേര്. എങ്ങനെ അത് ഈ ഐഷു ബൂബു ആയി? എവിടെയോ വെച്ചായതാ നീ ബൂബു ബൂബു ഈ കൊഞ്ചി വിളിക്കുന്ന ഒരു പേര് പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ബൂബു 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 വാവേ വാവേ ബൂബു വാവേ വിളിക്കണേ, വാവേ എന്ന് വിളിക്കും. ക്യാമറയുടെ മുന്നിൽ വിളിക്കില്ലെങ്കിലും ഇല്ല വാവേ. ഇപ്പൊ എനിക്കാണോ മിക്ക റിലേഷൻഷിപ്പില് അവര് ആരുമില്ലാത്ത സമയത്ത് വാവേ എന്നൊക്കെ എല്ലാ മിക്കവരും വിളിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പൊ ഇപ്പൊ എന്റെ അനിയന്റെ പേരിന് ടപ്രു ഫംഗ്ലു അപ്പൊ എന്റെ അച്ഛന് കൊഞ്ചിട്ട പേരാ അത് പറയണല്ലേ ബൂബു. ബൂബു. ഞാൻ എന്റെ അനിയനെ കൊഞ്ചിച്ച് വിളിക്കാം ഒത്തിരി പേരാണ്, അവന് 10-42 പേരുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ പേര് ഡിസ്റ്റിൽ എന്നാണ്. ഡിസ്റ്റിൽ ഇവിടെ വരും. എന്തായാലും അത്രയില്ല ആലോചനയില്ല എന്തായാലും. അപ്പം എന്താണ് ഐശ്വര്യ വിളിക്കണേ ഋഷിനെ? ഞാൻ ബൂബുന്ന് വിളിക്കും, നന്ദുന്ന് വിളിക്കും. നന്ദു നമ്മളൊക്കെ എല്ലാവർക്കും. എനിക്ക് ആക്ച്വലി നന്ദു പറയുന്ന ഒരു പേര് ബിഗ് ബോസ് വന്നപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. പിന്നെ വാവേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്നേഹം കുടുംബം ഇങ്ങനെ എല്ലാ പേരും വിളിക്കും. എന്തായാലും 6 വർഷമായി റിലേഷൻഷിപ്പ് ആയിട്ട്. എനിക്ക് ലൈക്ക് സാധാരണ ഇപ്പൊ എല്ലാവരും 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും അങ്ങ് കല്യാണം കഴിക്കുമല്ലോ. ഇത് ലൈക്ക് 6 years it took a bit long. എനിക്ക് തോന്നുന്നു അത് കുറേ കൂടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് കുറെ അത് ഹെൽപ്ഫുൾ ആണ്. ഞങ്ങൾക്ക് ആദ്യമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ 2 വർഷം നമുക്ക് ശരിയാവുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മള് ഈ ഓപ്പോസിറ്റ് അട്രാക്ട്സ് ഈച്ച് അതർ എന്ന് പറയണ പോലെ ഇപ്പൊ രണ്ടൊരു ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് പേജാ. ആണോ? ഉള്ള കാര്യം നമ്മള് തുടക്കം നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മള് അടുക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്ക് ഡിഫറൻസ് ഉണ്ടാവും പേഴ്സണാലിറ്റി അനുസരിച്ച്. ഇപ്പൊ ഇവള് എൻറ്റയർലി ഇപ്പൊ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങേറ്റം, ഞാനാണെങ്കിൽ ഇങ്ങേറ്റം, സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങേറ്റം. ഇവനായിരിക്കും എക്സ്ട്രോവേർട്ട്. എനിക്ക് മിക്സ്ഡ് അപ്പ് ആണ്. ഇവളും ആവാറുണ്ട് എക്സ്ട്രോവേർട്ട്. അത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസുകളിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആവും. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് മിക്സ്ഡ് അപ്പ് ആണ്. അപ്പൊ എന്ന് പറയുന്നത് ഞങ്ങള് ഡിഫറെന്റ് പേജ് ആണ്. അപ്പൊ ദാറ്റ്സ് വൈ നമ്മള് അത് ഐ തിങ്ക് ലൈഫിൽ അതൊരു ബാലൻസിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. സോ എനിക്കത് കംഫർട്ടബിൾ ആണ് ഫോർ മീ. ഈ നമ്മളുടെയൊക്കെ പണ്ട് എന്ന് പറയാൻ പറ്റില്ല, റീസെന്റ് ആയിട്ടും ഇതേപോലെ ഫങ്കി ഹെയർ സ്റ്റൈലും ഒക്കെയുള്ള ചെറുക്കന്മാരെ കല്യാണം കഴിക്കാൻ നേരം അമ്മമാര് അവന്റെ മുടി ആദ്യം വെട്ടാൻ പറയണം കേട്ടോ. അങ്ങനെ റിലേഷൻഷിപ്പ് ആവണ സമയത്തെങ്കിലും ഐശ്വര്യന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മുടി നിങ്ങളുടെ അച്ഛൻ വലിയ സായിബാബ ഫാനാ. End of the story. Yes. Next question. Yes. So you are a fan of his hair, dance, everything? എല്ലാം ഹെയറും. ശരിക്കും പറഞ്ഞ കേട്ടോ അല്ലേ, അച്ഛൻ സായിബാബിനെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അച്ഛന് ഫോട്ടോ ഒക്കെ ഉണ്ട് വീട്ടില്. സോ അച്ഛനും ആർക്കും അങ്ങനെ they don't mind. They like it actually. ആണ്, മുടി ഭയങ്കര ഇഷ്ടമാണ്. Perfect family for me. Oh my god. Okay, നിങ്ങൾ ഈ 6 വർഷം പ്രേമിച്ചിട്ട് പിന്നെ എപ്പോഴും ഇത് വീട്ടിൽ പറഞ്ഞപ്പോ? ഞാൻ ആദ്യത്തെ വർഷം തന്നെ പറഞ്ഞായിരുന്നു. എന്റെ അമ്മയായിട്ട് എല്ലാത്തിലും ഓപ്പൺ അപ്പ് ആണ്. കുഞ്ഞിലെ ഞാൻ ഒന്നും പറയാത്ത ഒന്നുമില്ല. അപ്പൊ റിലേഷൻഷിപ്പിലായതുകൊണ്ട് തന്നെ ഞാൻ പറയും അമ്മയുടെ അടുത്ത്. അപ്പൊ ഇടയ്ക്ക് വീട്ടിലൊക്കെ അമ്മേനെ ഒന്ന് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അമ്മായിമ്മയുടെ പണ്ടേ ആ റാപ്പ് അങ്ങ് സെറ്റ് ആയി. നമ്മുടെ കേരളത്തില് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രപ്പോസ് ചെയ്തവരായിരിക്കാം. പക്ഷെ വീട്ടിൽ നിന്ന് അമ്മയുടെ അനുവാദം വാങ്ങി കാല് തൊട്ട് വന്നിച്ച് പ്രപ്പോസ് ചെയ്ത ഒരേ ഒരാളതാ ഈ ഇരിക്കുന്ന ഋഷി എസ് കുമാർ ആണ് അല്ലെ? ആ വീഡിയോ ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഹാർട്ട് വാർമിംഗ് ആയിരുന്നു. ലൈക്ക് എന്താ പറയാ, എല്ലാരും പറഞ്ഞു ഇതേപോലെ അമ്മയെ കിട്ടാൻ ഭാഗ്യം വേണം, ഇതേപോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഭാഗ്യം വേണം. ഹൗ ബ്ലെസ്ഡ് ഡു യു ഫീൽ അബൌട്ട് ഓൾ ദാറ്റ്? എല്ലാം ഇവൻച്വലി എല്ലാം ആഡപ്പ് ആയി, പെർഫെക്റ്റ്ലി സിങ്ക്ഡ് അപ്പ് ആയി. ഇപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇതായി പോവാം, പക്ഷെ ഇതെല്ലാം പെർഫെക്റ്റ്ലി സിങ്ക് ആയി, എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. കല്യാണവും റിസപ്ഷൻ എല്ലാം ലൈക്ക് I'm very happy. അതാ ഞാൻ പറഞ്ഞു നേരത്തെ, വെരി പ്രൗഡ്. അടുത്ത നെക്സ്റ്റ് ലെവൽ, അടുത്ത ലെവൽ. ഹസ്ബൻഡ് ആയി എന്നല്ലേ? അതെ അതെ അതെ. അല്ല, പ്രപ്പോസ് ചെയ്തപ്പെട്ട റോസിന്റെ ഒരു ബ്യൂട്ടിഫുൾ റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. റിംഗ് എവിടെ? റിംഗ് ഉണ്ടതാ, പ്രപ്പോസ് ചെയ്ത റിംഗ്. ഓ ഓക്കെ. ഇത്
വെഡിങ് റിങ്. ആ അപ്പൊ രണ്ടും എന്താണ് പ്രൊപ്പോസൽ റിംഗ്? വെഡിങ് റിങ് എല്ലാരും ചെയ്യണ പോലെ ഇങ്ങനെ പേരെഴുതൊന്നും ചെയ്തില്ല. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടെടുത്ത് അവനും ഇഷ്ടപ്പെട്ടു ഋഷിയുടെ കാണിക്ക്. വെഡിങ്. ഓ നൈസ് നൈസ്. നമുക്ക് എൻഗേജ്മെന്റ് ഇല്ലായിരുന്നു, അപ്പൊ കല്യാണത്തിന് അത് ഇട്ടത്. അങ്ങനെ ഇട്ടു അല്ലേ? അപ്പൊ ഈ 6 വർഷത്തിനിടയ്ക്ക് ഐശ്വര്യനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഐ ലവ് യു അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയും, പക്ഷെ എന്നാലും ആദ്യമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ആ ഇല്ല ഇല്ല ഇല്ല. അതിന് നമുക്ക് ഇപ്പൊ ഈ നമ്മളെ എനിക്കറിയില്ല ജനറേഷൻ ഡിഫറൻസ് എന്താ, നമുക്ക് നമ്മൾ അങ്ങനെ എന്താ പറയാ, നമ്മൾ ഓപ്പൺ ഇപ്പൊ നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവളെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവൾക്കാണ് ഈ ഗേൾസിന് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. പിന്നെ ഗേൾസിന് എപ്പോഴും റിയഷുറൻസ് എന്റെ പൊന്നെ, ആ സാധനം പറഞ്ഞ് എത്ര നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഈ ഗേൾസിന് ഒരു ഇതുണ്ടല്ലോ. ടോട്ടലി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പൊ വിശ്വാസമായി. പക്ഷെ അവൾക്ക് അറിയാം. അല്ല എനിക്കറിയാം കെട്ടുന്നറിയാം. പക്ഷെ ഗേൾസ് ഇടയ്ക്ക് ഒരു എന്താ ഒരു താമസം എന്നൊക്കെ ഇടയ്ക്ക് തോന്നുന്നു. കറക്റ്റ് ആണ്. എനിക്കും അങ്ങനെയല്ല, ഒരു വിശ്വാസത്തില് കേട്ടോ. അല്ല ഗേൾസിന് എപ്പോഴും ഒരു റീഅഷ്യൂറൻസ് സാധനം ഇങ്ങനെ വേണം. അപ്പൊ നമ്മളിങ്ങനെ എന്നോട് സ്നേഹമുണ്ടോ, ഇത് വർക്ക്ഔട്ട് ആവോ എന്നൊക്കെ നമ്മളങ്ങ് ചോദിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ സമാധാനത്തിന് അങ്ങ് പറഞ്ഞേക്കണം അല്ലേ? പക്ഷെ ഇനി പണ്ടല്ല കല്യാണം. അപ്പൊ എപ്പോഴാണ് ഇപ്പൊ ആദ്യം കണ്ടപ്പോ ഋഷി ഒരു സെലിബ്രിറ്റി ആണ് അന്ന്. അപ്പം ഇതേ ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ വാട്ട് ഡിഡ് യു ഫീൽ? എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു പറഞ്ഞത്? ഇത് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞ ഇവളെ ഫസ്റ്റ് കാണുന്ന ഒരു ഓഡീഷന് എന്റെ ഒരു ആൽബം ഉണ്ട്, എന്റെ ബോധം പോയി. പൊക്കക്കാരിയല്ല, അത് വ്ളോഗാണ്. ഇവളെ ഫസ്റ്റ് വിളിക്കുന്ന ആൽബത്തിലെ ബോധം പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെ ഓഡീഷനിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഡീഷനിൽ കണ്ടതെങ്ങനെ? ഓഡീഷന് കണ്ടെങ്ങനെ നിന്നെ വിളിച്ചു? അത്ര നീ പറ. ഇല്ല, അവന്റെ ഒരു ഫ്രണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തവൻ ഓഡീഷന് വിളിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അവൻ ഇഷ്ടപ്പെട്ടാണ് വിളിച്ചത്. ഇഷ്ടപ്പെട്ട് അവനെല്ലാണ്ട് ഓഡീഷന് വിളിക്കുന്നതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ് വിളിച്ചത്. അതെന്താണ് ഈ കുട്ടിയിൽ അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള? ഞാനും ചോദിച്ചു ഫോട്ടോസ് കണ്ടിട്ട്. അല്ല ഇപ്പൊ ആ സമയത്ത് നമ്മള് എന്തായാലും ആ ഒരു ലുക്കുള്ള ആൽബത്തിന് സെറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ വേണമായിരുന്നു. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോ ലൈക് ഷീ ഈസ് മോർ ആപ്റ്റ്. അത് ത്രൂ എനിക്ക് ഇഷ്ടമായി അവളെ. പിന്നെ നേരിട്ട് നമ്മൾ നോക്കി നമ്മളെ റിലേഷൻഷിപ്പ് ആയി, നമ്മളെ സംസാരിച്ചപ്പോ എനിക്ക് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടു ഓഡിഷൻ വന്നപ്പോ. അപ്പം നിങ്ങൾ പരിചയപ്പെട്ട എത്ര നാൾക്കുള്ളിൽ പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് റിലേഷൻഷിപ്പിലായി? കുറച്ച് നാളെടുത്തു. ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആദ്യം അല്ലേ? അത് പറഞ്ഞ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മള് സ്ലോലി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് സ്റ്റെപ്പ് യുവർ ഗെയിം അപ്പ് അങ്ങനെ പോയതാണ്. അങ്ങനെ വീഴ്ത്തിയാളാ. അപ്പൊ ഇന്നല്ലേ പുറകെ നടക്കുന്ന ഒരു ഫേസ് ഒക്കെ ഉണ്ടായിരുന്നോ? പുറകെ അത് സംസാരിച്ച് അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയി. അതെ. ഇത് വീട്ടിൽ പറഞ്ഞപ്പോ ഇവന് വന്നപ്പോഴേ ഒരു ശൃംഗാരം ഒത്തിരി കൂടുതലായിരുന്നു. അപ്പൊ ഓഡീഷന് കണ്ടപ്പോഴേ ശരിയല്ലല്ലോ, ഒരു ഇത്തിരി കുറച്ചൊരു ശൃംഗാരം ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. വീണില്ലേ പെട്ടില്ലേ? സാറുടെ ആണ് നമ്മുടെ മല്ലു ഫാമിലിയുടെ ഇന്റർവ്യൂ എടുത്ത് പറയുന്നത്. ഏട്ടനെ ആദ്യം കണ്ടപ്പോ ഏട്ടൻ കോഴിയാണെന്ന്. അങ്ങനെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ഇത്തിരി ശൃംഗാരം കൂടുതലായിരുന്നു. പക്ഷെ അത് നിങ്ങളോട് മാത്രമായതുകൊണ്ട്. അപ്പം അങ്ങനെ ഫൈനൽ ചെയ്താൽ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രപ്പോസൽ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാം. അതിന് പുറകിലുള്ള മെമ്മറി വളരെ ഷോർട്ടാക്കി എന്നോട് പറയണം. ഓക്കെ. സോ ഫസ്റ്റ് പിക്ചർ ഒരു കാർ സെൽഫിയാണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ കാർ ഡേറ്റ്? ഇത് ആദ്യത്തെ അല്ലെങ്കിലും 5 വർഷം മുന്നത്തേക്കാണ് ആദ്യം കണ്ട സമയങ്ങളുള്ളതാ ഒരു കാർ ഡേറ്റ്. എങ്ങോട്ടാ പോയേ? സത്യം പറഞ്ഞാൽ ഞങ്ങള് എപ്പോഴും, ഞാൻ നൈറ്റ് പേഴ്സണാ, ഞാൻ ഫുള്ളും ഡ്രൈവും കാര്യങ്ങളും ഇതാണ്. അപ്പോ ഇത് എങ്ങോട്ടാ പോയെന്ന് അറിയും കൂടിയില്ല. ഞങ്ങള് എവിടെ വേണമെങ്കിലും ആവുമല്ലേ? എവിടെ ആയിരിക്കല്ലോ, മൂന്നാറോ അല്ലെങ്കിൽ. അല്ലല്ല, ഇത് എനിക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ IQAല് ക്ലിനിക്കൽ റിസർച്ച്. ആ സമയത്ത് എനിക്ക് പിക്ക് ചെയ്ത് കൊണ്ടുപോയത് ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോയാണ്. എന്റെ ഫോൺ അന്ന് വാങ്ങിച്ചിട്ടുള്ളൂ, മറ്റേ ഐഫോൺ, ആദ്യത്തെ ഐഫോൺ ആ സമയത്തുള്ളൂ. രസമുണ്ട് നിങ്ങള് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത്.
ഇപ്പൊ ഇരുന്ന് ഒരുമിച്ച് പറയുന്ന കേക്കാൻ. അടുത്ത ഫോട്ടോ ആ എന്റെ ബർത്ത്ഡേക്ക് എടുത്തത്. ആണോ? ഇത് അടിപൊളി പിക്ക. ഈ അടുത്തിടയ്ക്കാ? ഈ അടുത്തിടയ്ക്കെന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ അത് കഴിഞ്ഞ വർഷമല്ലേ? കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം. ഈ കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിച്ചു കെട്ടുകയാണെങ്കിൽ ഇതേ ഉള്ളൂ എന്ന്. അത് എത്രാമത്തെ ഒരു ഇയർ കഴിഞ്ഞപ്പോൾ അതിലൊരു അഷുറൻസ് വന്നത്? ലാസ്റ്റ് ഇയർ ഒബ്വിയസ്ലി. അതിന് മുന്നേക്ക് അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പക്ഷെ ലാസ്റ്റ് ഇയർ ആയിരുന്നു റെഡി ആയത്. ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് റെഡി ആയി കല്യാണം കഴിക്കാം. അപ്പൊ ആള് ബിഗ് ബോസിൽ പോയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നോ? കാരണം ബിഗ് ബോസിൽ പോയ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഒക്കെ പുറത്തു വരുമ്പോഴത്തേക്കും നല്ല പേടി ഉണ്ടായിരുന്നു. എനിക്ക് പേടി, എനിക്ക് പോയപ്പോ പേടിയുണ്ടല്ലോ, പക്ഷെ തിരിച്ചു വന്ന് പറഞ്ഞപ്പോ എനിക്ക് പേടി. ആദ്യമേ വലിയ പേടി ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന് അവിടുത്തെ ഇത് പറയണത് അല്ല അല്ല പിന്നെ നമ്മള് പോകുമ്പോ നല്ല പേടിച്ചിട്ടാ പോയത്. പോയപ്പോ ഞാൻ ഉപദേശമൊക്കെ വിട്ടു, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ. അത് കൂടുതലായിരുന്നു. ലവ് ട്രാക്ക് അഭിനയിക്കാനോ അങ്ങനത്തെ ഒരു കാര്യം ചിലരൊക്കെ ചെയ്യില്ല, അഭിനയിച്ചൊക്കെ ചെയ്യില്ല, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അവനൊക്കെ ജെനുവൻ ആയിട്ട് തന്നെ നിന്നു. ജെനുവൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മോർ കംഫർട്ടബിൾ ഫോർ മീ. ജെനുവൻ ഇപ്പൊ നിങ്ങൾ പറയണതാ, ലൈക്ക് മീ ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. അല്ലെങ്കിൽ ജെനുവിനിറ്റി കാണിക്കാനായിട്ടല്ല, ഇറ്റ്സ് മീ. ഐ ആം ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് അതുകൊണ്ടാണ് ഞങ്ങൾ ജെനുവിൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഈ ഫോട്ടോ. ഇത് ഐഷ നല്ല സുന്ദരിയുണ്ട് കേട്ടോ, ചുമന്ന പൊട്ടൊക്കെ വെച്ച്. ഇവള് ചുരിദാറിട്ട് പൊട്ട് കേട്ട അടിപൊളി. എനിക്കിഷ്ടം. അതാണോ ഫേവറേറ്റ്? ഇഷ്ടം പറയാറുണ്ട്. അത് ഞാൻ പറയാം. അത് നിന്റെ കൂട്ടുകാരന്റെ മറ്റേ ഇതില്ലേ ഡാൻസ് ക്ലാസ്, കുക്കു അല്ല അപ്പുവിന്റെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചെടുത്ത. അവിടെ വെച്ചെടുത്താണ്. അപ്പൊ അതും കുറച്ച് ഒരു 4 വർഷം. അവനൊന്നും ഓർമ്മയില്ല. അല്ല അങ്ങനെ എടുത്തോ, പക്ഷെ പ്ലേസസ് ഇടയ്ക്ക് വെച്ച് ഇതായി പോകും. സെൽഫിയാ. ഇതാണ് ഈ കൂട്ടത്തിലുള്ള എന്റെ ഫേവറേറ്റ് ഫോട്ടോ. ഇത് ആരായിരിക്കുന്നേ? ഇത് നമ്മുടെ മിഥുൻ ചേട്ടന്റെ പട്ടിക്കുട്ടിയാണ്. ഇതാ എന്റെ ഒരു ഫ്രണ്ടിന്റെ പട്ടിക്കുട്ടിയാണ്. മുഗു എന്ന പേര്. അവന്റെ ഒപ്പമുള്ള ഫോട്ടോ ആണ് അല്ലേ? ഇതും ഈ റീസെന്റ് ആയിട്ടുള്ള പിക്ചർ ആണ്. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെയാണ് ഇവരുടെ പ്രപ്പോസൽ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പൊ അതിന്റെ കഥ ഒന്ന് ചോദിച്ച് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. സോ ദാറ്റ് വാസ് ഇറ്റ്. എനിവേ, ഈ ഒരു വീഡിയോ ഉണ്ടായപ്പോഴത്തേക്കും ഐ മീൻ ആ ഒരു ഡേ കുറെ ക്ലൂ അനിയൻ വന്ന് പിക്ക് ചെയ്യുന്നു, എനിക്കറിയില്ല എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിരുന്നോ? ഹീസ് ഗോണ പ്രപ്പോസ്? ഞാൻ ഇവളുടെ അടുത്ത് വ്ലോഗ് എന്നാ വ്ലോഗ് എന്നാണ് പറഞ്ഞു. പിന്നെ ഇവൻ വന്ന് നിക്കോന്ന് പറയാൻ ചെന്നപ്പോ അനിയൻ നിക്കണോ അവിടെ. അയാജിന് ഇനിയിപ്പോ അവൻ വല്ല എന്തെങ്കിലും തിരക്കായിരിക്കും, അങ്ങോട്ട് വരവരിക്കുന്നൊക്കെ വിചാരിച്ച് കേറി. പിന്നെ എനിക്ക് ആ വീഡിയോ അത് കാണാം. പിന്നെ ലാസ്റ്റ് കണ്ണൊക്കെ കെട്ടി കൊണ്ടുവന്നപ്പോ എന്തോ സംഭവം. പക്ഷെ എന്നാലും എന്തോ ഒരു സർപ്രൈസ്. എന്നാലും അവൾക്ക് ഇത്ര ആയല്ലോ ഫൈനലി. ലൈക് എല്ലാരും അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കമന്റ് ആണ്, ഓവർ റിയാക്ട് ചെയ്തിട്ടില്ല, വളരെ ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന്. അവളുടെ ക്യാരക്ടർ അങ്ങനെ നമുക്ക് വേണ്ടി ഓവറായിട്ട് ഇടാനോ അങ്ങനെ അല്ല. അവൾക്ക് അവളുടെ ഹാപ്പിനെസ് അവള് കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ അങ്ങനെ കാണിക്കാം. അവള് നമുക്ക് വേണ്ടിട്ട് ഓവറായിട്ട് ഇല്ല. ഞാൻ പൊതുവെ ഇങ്ങനെ ഓവറായിട്ട് ഒന്നും അങ്ങനെയല്ല. അല്ല, ഷി വാസ് വെരി ഹാപ്പി. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് റീൽസിലൊക്കെ കാണുന്ന പോലെ ചിലരൊക്കെ ഭയങ്കര അലറി സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ല. അല്ല, ആ ഒരു ടൈപ്പ് ഒരാളല്ല ഞാൻ. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവളുടെ ആ സന്തോഷം ഐ കൻ സീ. അത് ആ സന്തോഷം എനിക്ക് കാണാൻ പറ്റില്ല. അത് മതി. അതാണ് എനിക്ക് വേണ്ടത്. എന്താണ് ഇദ്ദേഹത്തെ ഒരു ജീവിത സഖി ആക്കാമെന്നുള്ള ഒരു കാരണത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു കറക്റ്റ് റീസൺ? ലൈക് യു വിൽ ബി മീറ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഈവൻ യു അല്ലെ, ഒത്തിരി ആൾക്കാരെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് നിങ്ങൾ ഫോർ എവർ ലോക്ക് ആക്കിയേക്കാന്ന് വിചാരിക്കാനുള്ള കാരണം ഷീസ് എ വൈഫി മെറ്റീരിയൽ. ഒബ്വിയസ്ലി ഒരു 3 കാരണം പറഞ്ഞേ എന്തുകൊണ്ട് വൈഫി മെറ്റീരിയൽ എന്ന് വിളിക്കും? ഭയങ്കര കെയറിംഗ് ആണ്, പിന്നെ എന്റെ കെയറിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ കാര്യങ്ങളിൽ കൺസേൺഡ് ആണ്. ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ചെയ്യുമ്പോ അവൾ അതനുസരിച്ച് എന്റെ നല്ലതിന് വേണ്ടിയിട്ട് അവൾ അതുപോലെ തന്നെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞ് നല്ല വഴികളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. മൊത്തത്തില് ഒരു നമ്പർ 1 ആയിട്ട് കൂടെ നിൽക്കും. ഉറപ്പായിട്ടും. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ലൈഫ് പാർട്ണർ ആക്കി ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? ഹസ്ബൻഡ് മെറ്റീരിയൽ ആണോ? ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ്.
ആക്ച്വലി ഇവന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇങ്ങനെ ഭയങ്കര പാവാണ്. അയ്യോടാ. ഈ ദേഷ്യപ്പെടും എന്നൊക്കെ ഉള്ളൂ. ഭയങ്കര പാവാ. പിന്നെ നല്ല സ്നേഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന്. കാരണം ഞാൻ ആ ട്രഷർ ഹണ്ടില് ഫോൺ വിളിച്ചിട്ട് വാവേ ബുബു അതുണ്ട്. ക്യാമറ അല്ല, അവൻ അങ്ങനെയാണ് എപ്പോഴും. ഇപ്പൊ ക്യാമറ നിൽക്കുമ്പോ അത്ര ഇല്ലെങ്കിലും നേരിട്ട് എപ്പോഴും അങ്ങനെയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആണ്. അതായത് എല്ലാ പെൺകുട്ടികളുടെ ഒരു ടീൻ ഏജ് സമയത്തെ ഒരു സ്വപ്നമാണ്, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ എന്നെ പൊക്കിയെടുത്ത് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറയും. അതേപോലെ പൊക്കിയെടുത്ത് ഡാൻസ് കളിക്കാറുണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. ലൈക്ക് ആഫ്റ്റർ ഗെറ്റിംഗ് മാരിഡ് എല്ലാരും പറയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മൊമെന്റ് ആ ബിസി ഡേയിൽ വേണമെന്ന്. ഡിഡ് യു ഗൈസ് ഹാവ് ദാറ്റ്? ഒരു സ്ലോ ഡാൻസിനോ ഒക്കെ ഉള്ള ഒരു സമയം? അത് കിട്ടിയിട്ടില്ല. ഇല്ല, അയ്യോ, ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണം. അത് അവർക്കറിയാം. ഇതൊക്കെ അവര് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും. നമ്മള് ആക്ച്വലി മുഹൂർത്തത്തിന്റെ ലാസ്റ്റ് 5 മിനിറ്റ്സിലാണ് നമ്മള് താലി കെട്ടിയത്. കുറച്ച് അത് സ്പീഡിലായിരുന്നു സംഭവം. ഇങ്ങനെ വെച്ചല്ലേ ഒരു റഷ് ഹറിബറി ആയിരുന്നു. നമ്മള് കല്യാണം എന്ന് പറയുമ്പോ അതിന്റെ ആയിട്ടുള്ള സംഭവം ഇങ്ങനെയൊക്കെ വരും. ടെൻഷൻ ഉണ്ടായിരുന്നു ആ താലി. എനിക്ക് താലി ആയിട്ടുള്ള എനിക്ക് ടെൻഷൻ ഇല്ല. നമ്മള് ഇപ്പോ എല്ലാം ഫോൾ ടു പ്ലേസസ് കറക്റ്റ് പ്ലേസസിൽ വീഴണം എന്നുള്ള ടെൻഷൻ ഉണ്ട്. താലി എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെ ചില ഞാൻ പറഞ്ഞു അപ്പോഴും ഈ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോയില് പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ലൈക്ക് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തു. എന്താണ് ഐശുവിന്റെ ഉള്ളിലുണ്ടായ ഒരു ഫീലിംഗ്? ആ താലി ഇവിടെ വന്ന് അല്ലെ, പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു സാധനം കഴുത്തിലിടുക പറഞ്ഞ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഈ സിന്ദൂരം തൊടുക അതൊക്കെ ഋഷി ചെയ്തു തന്നപ്പം ഐശുവിന് എന്താ തോന്നിയേ? ഇമോഷണൽ ആയ ഉള്ളില്? ഇമോഷണൽ ഞാൻ കരഞ്ഞതില്ല, പക്ഷെ ഞാൻ മനസ്സിൽ ഇമോഷണലായി. പിന്നെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്കിങ്ങനെ. അച്ഛൻ അവിടെ ഇല്ല, അങ്ങനെ കുറച്ച് അച്ഛന് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് മിസ്സിങ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നു. അച്ഛനപ്പുറത്തുണ്ടായിരുന്നു. അച്ഛനെ ഉള്ളോട്ട് കയറ്റാൻ പറ്റില്ലായിരുന്നു. അകത്തോട്ട് മേടിച്ചു. നമ്മൾ അവിടെ പോയി കാലുകൊട്ട് അനുഗ്രഹം മേടിച്ചു. ആൾക്കാരെ നടന്നു വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒട്ടും വയ്യ. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി കാലിൽ തൊട്ട് തൊഴുത്. അല്ലേ?